പുനർജന്മവും മരണാനന്തര ജീവിതവും ഒക്കെ പുരാതന മനുഷ്യർ പറഞ്ഞ പച്ചക്കള്ളം. മനുഷ്യർ ചത്ത അതോടെ തീർന്നു എല്ലാം. പിന്നീട് ഒരു തിരിച്ചുവരവുണ്ടാവില്ല. മരണത്തിന് ശേഷം ജീവിതമുണ്ടോ എന്നത് എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്ന് പറയാനാണ് ഈ വേദഗ്രന്ഥങ്ങളെല്ലാം വന്നത്. അല്ലയോ അച്ഛ, നമ്മുടെ പ്രപിതാക്കൾ പോയ സ്വർഗത്തിലേക്ക് അവിടുന്ന് വേഗം പോയാലും എന്ന് ഋഗ്വേദം പറയുമ്പോൾ, 28 നരകങ്ങളെ സംബന്ധിച്ച് ഗരുഡപുരാണവും ദേവീ ഭാഗവതവും പറയുമ്പോൾ, ശാൽമലിയെ പറ്റിയും അസിതപത്രവനത്തെ പറ്റിയും വൈതരണിയെ പറ്റിയും ഒക്കെ വളരെ വിശാലമായിട്ട് നരകവർണ്ണനകൾ നമുക്ക് ഈ പറയുന്ന ഭാരതീയ സാഹിത്യങ്ങളിൽ കാണാം. അതില്ല എന്ന് നിഷേധിക്കുവാൻ, അത് ബൈബിളിലും അങ്ങനെ കാണാം. ധനവാന്റെയും ലാസറിൻ്റെയും കഥ പറയുമ്പോൾ യേശു പറയുന്നുണ്ട്, ധനവാൻ പോയി കിടന്നത് നരകപാതാളത്തിലും ലാസർ പോയി കിടന്നത് സ്വർഗത്തിലുമാണ്. വിശുദ്ധ ഖുർആന്റെ 1/3 ഭാഗം നരകസ്വർഗങ്ങളെ സംബന്ധിച്ചും പരലോകത്തെ പറ്റിയിട്ടുമുള്ള വർണ്ണനയാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇല്ല എന്ന് നിഷേധിക്കുവാനായിട്ട് നമ്മുടെ പക്കലുള്ള അറിവെന്താണ് എന്നൊരു ചോദ്യമുണ്ട്. യുക്തിപരമായിട്ട് നമ്മൾ അതിനെ ആലോചിക്കുകയാണ് എങ്കിൽ, നമ്മളിവിടെ ജീവിക്കുന്നത് എന്തിനാണ്? ഇവിടെ ജീവിക്കുന്നു, ഇവിടെ എന്താണ് നടക്കുന്നത്? കഥകളി, കുച്ചിപ്പുടി, മോഹിനിയാട്ടം അല്ല, ഇതൊരു എക്സാമാണ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ബെല്ലും ലാസ്റ്റ് ബെല്ലുമുള്ള ഈ എക്സാമിൽ ആരൊക്കെ വിജയിക്കുന്നു, ആരൊക്കെ പരാജയപ്പെടുന്നു, ആരൊക്കെ ദൈവപ്രീതി പുൽകുന്നു, ആരൊക്കെ ദൈവകോപം പുൽകുന്നു, ഇങ്ങനെ ഒരു എക്സാമിനേഷനിൽ വന്നിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ചുരുങ്ങിയ പക്ഷം ഇതൊരു എക്സാം ആണെന്നെങ്കിലും നമ്മൾ അറിയണ്ടേ? ചുരുങ്ങിയ പക്ഷം ഇതിനൊരു പരീക്ഷാ കൺട്രോളർ ഉണ്ട് എന്നെങ്കിലും നമ്മൾ അറിയണ്ടേ? അതുകൊണ്ട് ഈ എക്സാമിൽ ആര് വിജയിക്കുന്നു, വിജയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന റിവാർഡ് എന്താണ്, പരാജയപ്പെടുന്നവരാരാണ്, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ എന്താണ് എന്നിങ്ങനെ വളരെ കൃത്യമായിട്ട് വേദഗ്രന്ഥങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ, 1,24,000 പ്രവാചകന്മാരെയും ഋഷിവര്യന്മാരെയും അയച്ചുകൊണ്ട് ദൈവം ഇതൊക്കെ നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചിരിക്കെ, അവരിൽ ഒരാളെപ്പോലും കേൾക്കാതെ മുഴുവൻ പേരെയും പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റിക്കൊണ്ട് നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന ഒരു ചോദ്യമുണ്ട്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഗർഭാശയത്തിലാണ് അവൻ 1ാം ലോകം, 2ാം ലോകം ഭൂമിയാണ്, 3ാം ലോകം പരലോകമാണ്. അമ്മയുടെ ഗർഭാശയത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഫങ്ഷൻ ഇല്ല, അത് 2ാമത്തെ ലോകത്തിലാണ്. ഈ 2ാമത്തെ ലോകത്തിൽ ഫങ്ഷൻ ഇല്ലാത്ത കാര്യങ്ങൾ അടുത്ത ലോകത്താണ് ഫങ്ഷൻ ഉണ്ടാകുന്നത്. നീതിബോധം എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, പക്ഷെ പുലരുന്നില്ല. നന്മയുടെ പ്രതിഫലം എന്ന് പറയുന്നത് അവന് ആഗ്രഹമുണ്ട്, പക്ഷെ ലഭിക്കുന്നില്ല. തിന്മയുടെ ശിക്ഷ എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞു, നെതന്യാഹുവിൽ നിന്നാണ് തുടങ്ങിയത്. ഈ പിഞ്ചുമക്കളുടെ ചോര കുടിച്ച ആ മനുഷ്യനെ ഈ ഭൂമിയിൽ ഒരാളും ശിക്ഷിക്കാൻ പോകുന്നില്ല. അതുപോലെ തിന്മയുടെ പ്രതിഫലം ലഭിക്കുന്ന ഒരു ലോകം. എല്ലാ മോഹങ്ങളും പൂർത്തിയാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ, പക്ഷെ എല്ലാ മോഹവും പൂർത്തിയായിട്ട് മരിച്ചുപോയ ആരുമില്ല. എല്ലാ മോഹവും പൂർത്തീകരിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. അതുകൊണ്ട് എല്ലാ മോഹവും പൂർത്തീകരിക്കപ്പെടുന്ന ഒരു ലോകമുണ്ട് എന്ന ശുഭവാർത്തയാണ് പ്രവാചകന്മാർ നൽകുന്നത്. ആ ദൈവപ്രീതി പുൽകിയിട്ടില്ല എങ്കിൽ നരകമുണ്ട് എന്ന മുന്നറിയിപ്പായിട്ടാണ് പ്രവാചകന്മാർ വന്നത്. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, അതൊക്കെ പേടിപ്പിക്കാൻ പറയണതല്ലേ, അതിലൊന്നും വലിയ കഥയില്ല. മുണ്ടക്കൈയിലെ ജനങ്ങൾ ഒഴുകിപ്പോയപ്പോൾ ആ ബന്ധുക്കൾ എന്താ പറഞ്ഞത്? ഞങ്ങൾക്കൊരു കോഷൻ തന്നിരുന്നുവെങ്കിൽ, ഞങ്ങൾക്കൊരു മുന്നറിയിപ്പ് തന്നിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ ഗ്രാമം വിട്ട് വേറൊരു ഗ്രാമത്തിലേക്ക് പോയി താമസിക്കുമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രവാചകന്മാർക്കുള്ള പേര് നദീർ എന്നാണ്, മുന്നറിയിപ്പ് നൽകുന്നവൻ. അതുകൊണ്ട് നമുക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ട് കഴിഞ്ഞു. ആ മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന് ലഭിച്ചിട്ടുള്ള ഈ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ മോഹങ്ങൾ, എല്ലാ മോഹവും പൂർത്തിയാകുന്ന ഒരിടം വരാനുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷമാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ബുദ്ധിപരമായ കഴിവിൻ്റെ ആഴം. ഇങ്ങനെ 5 തെളിവുകൾ നമ്മുടെ മുമ്പിൽ നിവർന്നു നിൽക്കുകയാണ്. എന്നിട്ട് ഈ 5 തെളിവുകൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് മാത്രമേ നമുക്ക് പരലോകമില്ല എന്ന്, അതൊക്കെ പേടിപ്പിക്കാൻ പറഞ്ഞതാണ് എന്ന്, ഇവിടെ എങ്ങനെയെങ്കിലും അങ്ങോട്ട് ജീവിച്ചു പോയാൽ മതി എന്ന് ഒരു കഥ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇവിടെ എങ്ങനെയെങ്കിലും അങ്ങോട്ട് ജീവിച്ചു പോയാൽ മതി, അവിടെ എത്തുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഒരു കാമുകനും കാമുകിയും ഉണ്ടായിരുന്നു. കാമുകന് നല്ല പ്രേമം എന്നോടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കാമുകി ഒരു സൂത്രപ്പണി ഒപ്പിച്ചു. എന്താ ചെയ്തത്? കാമുകി ഒരു കല്യാണക്കുറി ഉണ്ടാക്കിയിട്ട് കാമുകൻ അയച്ചു. ആ കാമുകൻ്റെ പേരിന് പകരം വേറെ ഒരുത്തൻ്റെ പേരാണ് വെച്ചത്. ഈ കത്ത് കണ്ടതോടുകൂടി കാമുകൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് പോയിട്ട് ആത്മഹത്യ ചെയ്തു. എന്നതുപോലെയാണ്
അവിടെ എത്തുമ്പോൾ നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുന്ന ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങൾ ആരൊക്കെ ചെയ്യുവാൻ മുതിരുന്നു, ആരൊക്കെ അതിൽ നിന്ന് ഒഴിവായി പോകുന്നു എന്ന പരീക്ഷ കൂടിയാണിത്. ഏറ്റവും വലിയ പരീക്ഷ IAS എക്സാമാണ് എങ്കിൽ അതിനേക്കാൾ കഠിനമാണ് ജീവിതം എന്ന് പറയുന്ന ഈ പരീക്ഷ. ഓക്കെ.